ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു പുതിയ രുചിയിൽ ഒരു പുതിയ ഐറ്റം പരിചയപ്പെടാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി നൂലപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന അരിപ്പൊടിയില്ലേ, അതാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ട് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതെന്താ ചെയ്യുക, അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദാ ഒരു അരിപ്പ എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. തരികളൊക്കെ ഉണ്ടാവും അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ. ആ തരികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് തരികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പാൻ ഇതുപോലെ അടുപ്പത്ത് വയ്ക്കാം. സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് കാരമൽ ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കാരമലായി വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് കരിഞ്ഞ് പുകഞ്ഞു പോകരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളറിങ്ങനെ ഒന്ന് മാറി തുടങ്ങിയാൽ മതി. അങ്ങനെ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് എടുത്തത്. വെള്ളം ചേർക്കുമ്പം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണേ. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ടയാകും, കുഴപ്പമൊന്നുമില്ല, ഇത് റെഡിയായി വന്നോളും. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യും ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് യൂസ് ആക്കാം. അപ്പോൾ ദാ ബട്ടർ കൂടെ ചേർത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മിൽമ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കാം. നമുക്ക് ഇത്ര പാല് പോരാ, ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർക്കണം. 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാലാണ് ആവശ്യമായി വന്നത്. 1.5 കപ്പ് നമ്മൾ ഈ പാലിലേക്കും ഈ പഞ്ചസാര കാരമലാക്കിയതിലേക്കും 1/2 കപ്പ് നമ്മൾ അരിപ്പൊടി മിക്സാക്കിയതിലേക്കുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൊത്തം 2 കപ്പ് പാൽ, അതായത് 1 കവർ പാൽ കേട്ടോ. അപ്പോൾ ദാ ഇനി ഇതിലേക്ക് നമ്മളിവിടെ മിക്സാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ ആ ഒരു മിക്സ് കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുത്ത് ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. പിന്നെ ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇതൊരു പഴയകാല വിഭവം കൂടിയാണ്. ഇത് ഞാൻ കുറച്ചുകൂടി എൻ്റെതായ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി വേറൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മധുരം 2 ടേബിൾ സ്പൂൺ ആയിട്ട് ചേർക്കുന്നുള്ളൂ. ഓവർ മധുരം വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കൂടുതൽ മധുരമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവണം, അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ. എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ആയി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 25ഓളം ചക്കച്ചുളയാണ്. ചെറുതായിരുന്നു കേട്ടോ. അത് ഒന്ന് കട്ടാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം പാടെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ. നിങ്ങൾക്ക് ഏലക്കപ്പൊടി മതിയെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വാനില എസൻസാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ഫ്രഷായിട്ട് ചെറുകിയെടുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മളിവിടെ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സില്ലേ, നമ്മൾ കുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ള മിക്സ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മഴക്കാലത്തേക്ക് കഴിക്കാൻ പറ്റിയ, കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു പഴയകാല വിഭവത്തിനെ ഞാൻ പുതിയ രീതിയിൽ ആക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചക്കക്കാലമൊക്കെ കഴിയുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് വെറൈറ്റിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടമാകും. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ദാ ഇതിന് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നൂലപ്പം ഇല്ലേ, നൂൽപുട്ട്, അതിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ.
നൂൽപുട്ട് നമ്മളിവിടെ നൂൽപുട്ടെന്ന് പറയും, പല സ്ഥലത്ത് പല പേര് പറയും. ഇടിയപ്പം എന്ന് പറയും അല്ലേ, നൂലപ്പം എന്ന് പറയും. അപ്പം നമ്മളിവിടെ നൂലപ്പമെന്നും നൂൽപുട്ടെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നൂലപ്പത്തിൻ്റെ ഒപ്പവും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ ഒപ്പമാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കിയിട്ട് ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ ഒന്ന് കഴിച്ച് നോക്കുകൊണ്ടു, അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ ഒപ്പം കഴിച്ച് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. വെറുതെ കഴിക്കുമ്പോൾ ഒരല്പം ചൂടോടെ കൂടി കഴിക്കാനും അടിപൊളിയാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ ഫുഡൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.